ബ്രിട്ടീഷ് പാർലമെന്റ് റൗലറ്റ് നിയമം പാസാക്കിയ വർഷം 1919. ഗൊറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച വിപ്ലവകാരി ആര്? താന്തിയ തോപ്പി. ഇക്കൂട്ടത്തിൽ വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ സിവിൽ നിയമലംഘനത്തിനു നേതൃത്വം നൽകിയതാര്? ആൻസർ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആര്? ലാലാ രാജ്പത് റായ്. സംവാദ് കൗമുദി പത്രം പുറത്തിറങ്ങിയ വർഷം 1821. ബോംബെ കോൺഗ്രീറ്റ് പത്രം പുറത്തിറങ്ങിയ വർഷം 1910. ഇന്ത്യൻ മിറർ കൽക്കട്ടയിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. രവീന്ദ്രനാഥ് ടാഗോർ 1862 ഇംഗ്ലീഷ് പത്രമായ ഇന്ത്യൻ മിറർ പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടനിൽ അധികാരത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടി ലേബർ പാർട്ടി. മുഗൾ സാമ്രാജ്യത്തിന്റെ 6ാമത്തെ ഭരണാധികാരിയായ ഔറംഗസീബിനെ ലോക ജേതാവ് എന്നർത്ഥമുള്ള ആലംഗീർ എന്നാണ് വിളിച്ചിരുന്നത്. മുഹമ്മദ് അസം ഷാ ആലം എന്നും അറിയപ്പെട്ടിരുന്ന ബഹദൂർ ഷാ ഇന്ത്യയിലെ 8ാമത്തെ മുഗൾ ചക്രവർത്തിയായിരുന്നു. ഇന്ത്യയിലെ 20ാമത്തെയും അവസാനത്തെയും മുഗൾ ചക്രവർത്തിയായിരുന്നു ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമൻ പ്രശസ്ത ഉറുദു കവി കൂടിയായിരുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസയുടെ പ്രധാന ശിഷ്യനായ സ്വാമി വിവേകാനന്ദനാണ് ആധ്യാത്മിക പ്രശസ്തമായ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. 1897 മെയ് 1 ശ്രീരാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ദേശീയപാതയിൽ ഉപയോഗിച്ചിരുന്ന ചിഹ്നം ഏത്? ചർക്ക. ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആര്? ജൊനാഥൻ ഡങ്കൻ. ചെറ്റപ്പുരകളിൽ മൃഗതുല്യരായി നരയിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യാവസായിക മുതലാളിത്തത്തിന്റെ ലോകത്ത് ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ്. ആരുടെ വാക്കുകളാണ്? ജെർഗൻ കുസ്യാസ്കി. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാര്? ഇ വി രാമസ്വാമി നായർ.